AGP ഇപ്പത്തെ കുട്ടികളോടും ആളുകളോടും സ്ത്രീകളോടും ഇപ്പൊ ഒരുപാട് സ്ത്രീകളൊക്കെ ഈ MDMഉം കഞ്ചാവും പോലത്തെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. കാശുള്ളവർ ഉപയോഗിക്കുന്നു, ഇല്ലാത്തവർ ഉപയോഗിക്കുന്നില്ല, മാന്യമായിട്ട് ജീവിക്കുന്നു. പക്ഷെ കാശ് കൊടുത്തും ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ആ വഴിതെറ്റുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നത് തെറ്റാണ്. കാരണം പൈസ കൊടുത്താണ് ഇതൊക്കെ മേടിക്കുന്നത്. ഡ്രഗ്സും MDMA ആണെങ്കിലും കൊക്കൈൻ ആണെങ്കിലും ഇതൊക്കെ എനിക്ക് എന്താണെന്ന് അറിയുന്നത് ഓരോ പത്രങ്ങളിൽ നിന്നും വായിക്കുന്നതാണ്. ബ്രൗൺ ഷുഗർ, കൊക്കൈന്, എന്താ പറയുക, അങ്ങനെ ഒരുപാട് മറ്റേ ശരീരത്തിന് ഹാനികരമായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. പക്ഷെ അത് യൂസ് ചെയ്യുന്നത് തെറ്റാന്ന് തന്നെ പറയാം. പക്ഷെ പുക വലിക്കുന്നതോട് വലിക്കാൻ പാടില്ലെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് കൂടുതലും ആണ് പോലീസ് പിടിച്ചിട്ടുള്ളത് അല്ലേ. അല്ല, പുക വലിക്കുന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടില്ല. മനസ്സിലായോ? കാരണം ഈ സിഗരറ്റും മദ്യവും ഓരോ ഷോപ്പുകളിലും ലഭ്യമാണ് അല്ലേ. ഈ പറയുന്ന MDMA കുറിച്ച് ചോദിച്ചപ്പോ മദാമേനെ കുറിച്ച് ഞാൻ പറയണേന്ന് തോന്നുന്നു. കൊക്കൈൻ, മയക്കുമരുന്ന് അതൊക്കെ ലഭ്യമാണ് എല്ലായിടത്തും. അല്ല, ഒരുപാട് ഏജന്റുമാർ വഴി അങ്ങനെ കൈമാറി പോകുന്നു. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ ഒട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. നിങ്ങൾ സിനിമയെ പ്രണയിക്കും, നല്ല മെസ്സേജ് ഉള്ള കണ്ടന്റ് വാല്യൂ ഉള്ള സിനിമയെ പ്രണയിക്കൂ. നിങ്ങൾ പെണ്ണുങ്ങളെ പ്രണയിക്കൂ, കളർ വ്യത്യാസം ഇല്ലാണ്ട് പെണ്ണുങ്ങളെ പ്രണയിക്കും. നിങ്ങൾ പ്രണയിക്കും. പെണ്ണുങ്ങളെ പ്രണയൊക്കെ ചോദ്യമായിട്ട് യാതൊരു ബന്ധമില്ല. എനിക്ക് ഒരു ഒപ്പീനിയൻ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്റെ ഒപ്പീനിയനിൽ ഞാൻ കിട്ടുന്ന പെണ്ണ് വിളിച്ചിരിക്കുന്നുള്ള എന്റെ ഒപ്പീനിയൻ. അതിനെ ആൾക്കാർ എന്താ പറയാ ബോഡി ഷെയിം ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം എന്റെ ഒരു കാഴ്ച ബോഡി ഷേമിങ് എവിടെ ചോദിച്ചാ എവിടെ എത്തിയത്? എന്നെ പണ്ട് എന്റെ ആന്റിമാർ എന്നെ കളിയാക്കിയത്, നീ നാളെ കെട്ടുമ്പോൾ, നാളെയല്ല ഒരു ദിവസം കല്യാണം കഴിക്കുമ്പോൾ കരി കൊടുത്ത ഒരു പെണ്ണിനെ മാത്രമേ നിനക്ക് കെട്ടാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നത് ജീവിതത്തിൽ. കാരണം ഞാൻ അടുക്കുന്ന മേഖല ഫിലിമാണ്. ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ആറട്ടണിനെ ഇപ്പൊ ഒരുപാട് പണിമാരുടെ നമ്പറുണ്ടെന്ന് പറയുന്നു. അതൊന്നും എനിക്ക് വേണ്ട. കാരണം എനിക്ക് കാണുമ്പോൾ സൗഹൃദം ഉണ്ടല്ലോ, കാണുമ്പോൾ വർത്തമാനം പറയുന്ന പണിമാരുണ്ട്. അല്ലാണ്ട് ഒരു സാനിയപ്പനോ അല്ലെങ്കിൽ അനിമോളോ മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അലിൻ ജോസ് പെരേര രോമം മുറിഞ്ഞു പോകും. രോമം കാണാനോ AGP കുടമാറ്റം നന്നായത് പാറമേക്കാണ്ടിയാണെങ്കിലും വെടിക്കിട്ട് നന്നായത് തിരുവമ്പാടിയതാ.